മൂന്ന് കാര്യങ്ങൾ കൂടെ അവർ കൊണ്ടുപോകുന്നുണ്ട്. ഒന്നാമതായി സദഖത്തുൻ ജാരിയ, അത് ജാരിയത്തായ സദഖകളാണ്. പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, ദീനിന്റെ സംരംഭങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്ന സദഖകളില്ലേ, സമ്പത്തുകളില്ലേ, അത് നിനക്ക് ഖബറിലേക്ക് കൊണ്ടുപോവാമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതായി പറഞ്ഞു തരുന്നു, ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവാണ്. അറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ അറിവ് കൊണ്ട് പ്രവർത്തിക്കുന്നവനാണോ അത് നാളെ ഖബറിലേക്ക് വരികയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാത്രമല്ല ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മോനുണ്ടെങ്കിൽ, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൊന്നുമോളുണ്ടെങ്കിൽ, മരിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, അല്ലാഹുവേ എന്റെ പൊന്നുപ്പാക്ക് പുറത്തു കൊടുക്കണയല്ല, പൊന്നുമ്മാക്ക് പുറത്തു കൊടുക്കണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കുന്ന, നന്മയിൽ ജീവിക്കുന്ന, പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന, പുണ്യനബിയുടെ തിരുസുന്നത്തിൽ ജീവിക്കുന്ന മക്കളുണ്ട്. അതും നാളെ ഖബറിലേക്ക് വരുമെന്ന് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം